നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കലയും സാഹിത്യവുമാണ്. ഓസ്കാറുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓസ്കാർ അവാർഡ് അഥവാ അക്കാദമി അവാർഡ് വിതരണം ചെയ്യുന്ന സംഘടനയാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ്. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന സംഘടനയാണ് ഓസ്കാർ അവാർഡ് അഥവാ അക്കാദമി അവാർഡ് വിതരണം ചെയ്യുന്ന സംഘടന. ആദ്യത്തെ അക്കാദമി അവാർഡ് വിതരണ ആഘോഷം നടന്നത് എപ്പോൾ? 1929 മെയ് മാസം 16. 1929 മെയ് 16 ആദ്യത്തെ അക്കാദമി അവാർഡ് അഥവാ ഓസ്കാർ അവാർഡ് വിതരണാഘോഷം നടന്നത്. ഏത് രൂപത്തിലുള്ള ശില്പമാണ് ഓസ്കാർ അവാർഡ് നേടുന്നവർക്ക് നൽകുന്നത്? ഏത് രൂപത്തിലുള്ള ശില്പമാണ് ഓസ്കാർ അവാർഡ് നേടുന്നവർക്ക് നൽകുന്നത്? ഫിലിം റോളിൽ വാൾ കുത്തി നിൽക്കുന്ന നഗ്നപുരുഷന്റെ രൂപം. അടുത്തത് ഓസ്കാർ അവാർഡ് ശില്പം രൂപകൽപ്പന ചെയ്ത കലാസംവിധായകനാണ് സെഡ്രിക് ഗിബൺസ്. സെഡ്രിക് ഗിബൺസ് ആണ് ഓസ്കാർ അവാർഡിന്റെ ശില്പം രൂപകൽപ്പന ചെയ്തത്. 11 ഓസ്കർ അവാർഡുകൾ നേടിയ ഹോളിവുഡ് ആർട്ട് ഡയറക്ടറാണ് സെഡ്രിക് ഗിബൺസ്. 11 ഓസ്കർ അവാർഡുകൾ നേടിയ ഹോളിവുഡ് ആർട്ട് ഡയറക്ടർ സെഡ്രിക് ഗിബൺസ് ആണ് ഓസ്കർ അവാർഡ് ശില്പം രൂപകൽപ്പന ചെയ്ത കലാസംവിധായകർ. ഓസ്കാർ ശില്പത്തിന്റെ ഉയരവും ഭാരവും എത്രയാണ്? ഓസ്കാർ ശില്പത്തിന് 34 സെന്റിമീറ്റർ ഉയരമുണ്ട്. അതുപോലെ 8.5 പൗണ്ട് ഭാരവുമുണ്ട്. ഓസ്കാർ ആഘോഷം നടക്കുന്ന സ്ഥിരം വേദിയാണ് ഡോൾബി തിയേറ്റർ. ഡോൾബി തിയേറ്റർ പഴയ കൊഡാക് തിയേറ്റർ ആണ്. അവിടെയാണ് ഓസ്കാർ ആഘോഷം നടക്കുന്നത്. ആദ്യ ഓസ്കാർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എമിൽ ജെന്നിങ്സ്. ഓസ്കാർ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയാണ് എമിൽ ജെന്നിങ്സ്. അത് മികച്ച നടനുള്ള അവാർഡ് 1929 അദ്ദേഹത്തിന് ലഭിച്ചത്. നോമിനേഷൻ ലഭിച്ച എല്ലാ വിഭാഗങ്ങളിലും ഓസ്കാർ നേടിയ ഒരേ ഒരു ചിത്രമാണ് ദ ലോർഡ് ഓഫ് ദ റിങ്സ് ദ റിട്ടേൺ ഓഫ് ദ കിങ്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ അവാർഡ് ആദ്യമായി നേടിയ ചിത്രം വിങ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ, അതായത് 10ാം വയസ്സിൽ ഓസ്കർ അവാർഡ് നേടിയ വ്യക്തിയാണ് ടേറ്റം ഓനീൽ. അതിൻ്റെ ചിത്രമാണ് പേപ്പർ മൂൺ. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ 10ാം വയസ്സിൽ ഓസ്കർ അവാർഡ് നേടുന്ന വ്യക്തി ടേറ്റം ഓനീലാണ്. ഏത് ചിത്രത്തിനാണ് എന്ന് ചോദിച്ചാൽ പേപ്പർ മൂൺ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. വിദേശ ഭാഷാ ചിത്രത്തിന് ആദ്യമായി ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ ചിത്രമാണ് മദർ ഇന്ത്യ. ഓസ്കർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഭാനു അത്തയ്യ. അദ്ദേഹത്തിന് വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ ലഭിക്കുന്നത് ഗാന്ധി എന്ന ചിത്രത്തിൽ. അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ ആര് എന്ന് ചോദിച്ചാൽ ഹാഡി മക്ഡാനിയൽ ആണ്. ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ കാണികൾ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും കൂടുതൽ നേരം, അതായത് 12 മിനിറ്റോളം കരഘോഷം മുഴക്കിയത് ഈ ചലച്ചിത്ര പ്രതിഭ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോഴാണ്. ആരാണ് ഈ പ്രതിഭ? ചാർലി ചാപ്ലിൻ ആണ്. അദ്ദേഹത്തിന് 1972 ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചലച്ചിത്ര പ്രതിഭയാണ് വാൾട്ട് ഡിസ്നി. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചലച്ചിത്ര പ്രതിഭ വാൾട്ട് ഡിസ്നിയാണ്. 26 എണ്ണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ബെൻ-ഹർ, ടൈറ്റാനിക്, ദ ലോർഡ് ഓഫ് ദി റിങ്സ്, ദ റിട്ടേൺ ഓഫ് ദ കിങ് എന്നിവയാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം ടൈറ്റാനിക് ആണ്. പ്രശസ്ത ഇന്ത്യൻ നടനും സംവിധായകനുമായ ശേഖർ കപൂറിൻ്റെ ഒരു ഇംഗ്ലീഷ് ചിത്രം ഓസ്കാറിന് മത്സരിച്ചു. ആ ചിത്രമാണ് എലിസബത്ത് എന്ന് പറയുന്നത്. ഓസ്കാർ പുരസ്കാരം നേടിയ ഒരേ ഒരു നോബൽ പുരസ്കാര ജേതാവാണ് ജോർജ് ബെർണാഡ് ഷാ. ഓസ്കാർ നേടിയവരിൽ ഓസ്കാർ എന്ന പേരുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഓസ്കാർ ഹാമർസ്റ്റെയിൻ രണ്ടാമൻ. നിങ്ങൾ സമുദ്രത്തിന് നടുവിലാണെങ്കിൽ നീന്തുക തന്നെ വേണം. മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം സ്വീകരിക്കവേ ഓസ്കാർ വേദിയിൽ ഒരു പ്രശസ്ത സംവിധായകൻ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ആ സംവിധായകൻ? പെദ്രോ അൽമോദോവർ ആണ് അങ്ങനെ പറഞ്ഞത്. മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ നടനാണ് ആന്റണി ഹോപ്കിൻസ്. മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ്
ഏഡ്രിയൻ ബ്രോഡി. ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരസ്കാര ജേതാവാണ് ആൻ റോത്ത്. 93ാമത് അക്കാദമിക് അവാർഡിൽ, അതായത് ഓസ്കാർ 2021 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് നോമാഡ് ലാൻഡ്. മികച്ച സംവിധായകയ്ക്കുള്ള അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ആര്? മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിതയുമാണ് ഇവർ. അവരുടെ പേരാണ് ക്ലെയ് ഷാവോ. സംവിധാനത്തിന് ഓസ്കാർ നേടിയ ആദ്യ വനിതയാണ് കത്രിയാൻ ബിഗ്ലോ. കത്രിയാൻ ബിഗ്ലോ ആണ് സംവിധാനത്തിന് ഓസ്കാർ നേടുന്ന ആദ്യത്തെ വനിത. മികച്ച ചിത്രത്തിനുള്ള അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രമെന്ന് പാരസൈറ്റ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓസ്കാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ്. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.